ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞപ്പൻസ് വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഹസ്ബൻഡ് ഇരിക്കുന്ന അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം ഒന്ന് തൊഴാന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഇന്ന് കുഞ്ഞപ്പനെ കൊണ്ട് ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിക്കുന്ന വീഡിയോകൾ ഇടാമെന്ന് വെച്ചു. അവിടെ ഹായ് പറ, എല്ലാവരും ഹായ് പറ. ഹായ്. കുഞ്ഞപ്പനെ ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഈ കിടന്ന് കരയുന്നത്. ഇത് എല്ലാം കളി. ഹായ് പറ. കുഞ്ഞപ്പൻ ഇപ്പം ഞാൻ ഇറക്കി വിടാത്തതിൻ്റെ ദേഷ്യം ഇപ്പം എന്നെ എടുത്ത് കാണിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറിയുള്ളൊരു ക്ഷേത്രമായത്. ഹായ് പറ. കുഞ്ഞപ്പൻ ഇച്ചിരി വടക്കാണ് ഗൈസ്. ഹായ് പറ കുഞ്ഞപ്പ. ഇത് അച്ഛ വിളിക്കുന്നു. ഹായ് പറ. കുഞ്ഞപ്പ ഇത്ര നേരം ഇവിടെ നിന്ന് മെനവണിയായിരുന്നു. ഇപ്പൊ കണ്ടോ? അച്ഛൻ എടുക്കാൻ വേണ്ടിയുള്ള വഴക്കാണ് ഇപ്പൊ. ഒരു പ്ലെയിൻ കിസ് കൊടുക്കാൻ. ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുത്തോ. അച്ഛനെ ഉമ്മ കൊടുത്തോ. ടാറ്റ മാത്രം പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മെയിൻ പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന അയ്യപ്പനും ഗണപതിയും ഉണ്ട്. അയ്യപ്പൻ്റെ ഭാര്യമാരുമായിട്ട് ഇരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സങ്കല്പമായിട്ട് വെച്ചിരിക്കുന്നത്. ചെറിയൊരു ക്ഷേത്രമാണിത്. ആളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ മഴയായതുകൊണ്ടും ആൾക്കാരൊക്കെ കുറച്ച് മടി പിടിച്ചിരിക്കുന്നതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു അമ്പലത്തിലോട്ട് വരാൻ. കണ്ടോ ഗൈസ്? പിന്നെപ്പാ എന്ന് പറഞ്ഞേ മഴ പെയ്യാണോ? മഴ പറഞ്ഞേ. ഇതങ്ങോട്ട് നോക്കി. മഴ എന്ന് പറഞ്ഞേ. മഴ. കുഞ്ഞപ്പൻ ഇടി ഭയങ്കരമുണ്ട്. ഇടിയെ പേടിച്ച് നിൽക്കുക ഗൈസ് കുഞ്ഞപ്പൻ. മഴയെന്ന് പറ. ഹലോ ഗൈസ്, മഴയാണ് ഇപ്പോൾ. പറ. നമ്മൾ പുറത്ത് നിന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം മഴ നമ്മളെ ചതിച്ചു ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറേണ്ടി വന്നു. പുറത്തുള്ള ഒരു വീഡിയോ പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ കുഞ്ഞപ്പൻ എല്ലാം തകർത്ത് വാരിക്കൊണ്ടിരിക്കുക. അവൻ ഇന്ന് തന്നെ അവൻ്റെ അച്ഛൻ്റെ അമ്പലം തകർത്ത് വാരി കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സും അതും ഇതും എല്ലാം എടുത്ത് മെനവണി മാത്രമേ ഉള്ളൂ ആശാൻ്റെ പരിപാടി. ഹലോ പറഞ്ഞേ. മെന പണിയുമ്പോൾ ആൾ അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. വേറെ ഒരു കാര്യത്തിനും ശ്രദ്ധ കൊടുക്കില്ല. ഹലോ പറഞ്ഞു കുഞ്ഞപ്പാ. ഹലോ പറഞ്ഞേ. കുഞ്ഞപ്പൻ എന്നെ പറയാനുള്ളേ? എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലേ കുഞ്ഞപ്പൻ തപ്പി നടക്കുക. എന്താ മേന പണിയേണ്ടതെന്ന്. കുഞ്ഞപ്പൻ ഭയങ്കര ശ്രദ്ധ കൊടുത്തുള്ള പണിയിലാണ്. ഇപ്പം വേറൊരു കാര്യത്തിന് വിളിച്ചാൽ പോലും മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്ന ഇരിപ്പാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പുറത്ത് ഭയങ്കര മഴയായതുകൊണ്ട് ഈ ഷീറ്റയിൽ വെള്ളം തട്ടുന്നതുകൊണ്ട് വോയിസ് ഒന്നും ക്ലിയർ ആവില്ല. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കുഞ്ഞപ്പാ, ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. ഹായ് പറഞ്ഞേ കുഞ്ഞപ്പാ. ഇതാണ് ഹസ്ബൻഡ് നിൽക്കുന്ന ക്ഷേത്രം. വളരെ ചെറിയൊരു ക്ഷേത്രമാണിത്.
ഇതാണ് അയ്യപ്പൻ്റെ ശ്രീകോവിൽ. പിന്നെ ഈ കാണുന്നത് ഗണപതിയുടെ. മഴയായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, മൊത്തം നനയും, ഫോണും നനയും. ഇവിടെ ഇരുന്നാണ് കുഞ്ഞപ്പൻ്റെ മെനോണി. കുഞ്ഞപ്പാ നീ ഇങ്ങോട്ട് നോക്കിയേ. കുഞ്ഞേ ഒരു ഡാൻസ് കളിച്ചേ. കുഞ്ഞിപ്പം മിക്ക ഡാൻസ് കളിക്കാരനാണ്. ഒരു പാട്ടൊക്കെ ഇട്ട് എടുത്താൽ അപ്പം ഇരുന്ന് തുള്ളുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഇനി ഉടനെ തന്നെ ഇടും. കുഞ്ഞേ ഡീ കുഞ്ഞിപ്പൻ എന്നെ ഇവരോട് പറയാനുള്ളേ, എല്ലാവരോടും പറയാൻ എന്നുള്ള എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ലൈക്ക് അടിക്കണം, മാക്സിമം ഷെയർ ചെയ്യണം. കുഞ്ഞേ ഒന്ന് പറഞ്ഞേ, ഹലോ പറഞ്ഞേ. കുഞ്ഞിപ്പം മെനവണിയിലായോണ്ടാണ് ഇപ്പോൾ ഒന്നും മിണ്ടാത്തത്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് നിരത്താനാണ് നോക്കുന്നത്. പിന്നെ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെച്ചോളും, വേറൊന്നും ചെയ്യില്ല ആള്. കുഞ്ഞപ്പൻ്റെ മെനോണി കണ്ടോ ഗൈസ്, അമ്പലം തുറന്നിട്ടേക്കുന്നത് അതിൻ്റെ വാതിൽ അടിച്ചിടാൻ നോക്കുന്നു. കുഞ്ഞപ്പാ അത് തുറന്നിട്ടേ, ഇത് നോക്കിയേ കുഞ്ഞേ. ദൈവമേ, മെനവണി മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരു നേരം അടങ്ങിയിരിക്കില്ല. അമ്പലത്തിൻ്റെ വാതിലൊക്കെ പിടിച്ചടയ്ക്കുന്നത്. കുഞ്ഞപ്പൻ എന്നാ പറയാനുള്ളത് കുഞ്ഞപ്പൻ്റെ കുറുമ്പിനെ പറ്റി? ഇനിയില്ല, ഒന്നുമില്ല അവിടെ പിടിച്ചു പറിക്കാൻ. കുഞ്ഞപ്പൻ എന്തിനും വള്ളിയൊക്കെ തൂങ്ങിക്കിടന്ന് അതൊക്കെ പിടിച്ച് വലിക്കണം. അതൊക്കെ എന്താണെന്ന് നോക്കണം. അമ്പലത്തിൻ്റെ വാതിലാണ് ഗൈസ് തുറന്നിട്ടത്. ഇപ്പം അവൻ അടയ്ക്കാൻ നോക്കുന്നത്.